സർ സി ബി എൻ അസ്കർ ഇവിടെ ചെമ്പട പൊയിലൂർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്, കുറേ ആൾക്കാരുള്ള ഗ്രൂപ്പ് ആട്ടോ. അതിൽ പറയുന്നത് വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചുകാട്ടി ചേർത്ത പെരിയ സഖാക്കൾക്ക് വിപ്ലവാഭിവാദ്യങ്ങൾ. അടുത്തത് ചുവപ്പിന്റെ കൂട്ടുകാർ നിന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് നടന്നു തേഞ്ഞു തീരുന്നതാണ് തീരുമാനിച്ച് അടിച്ചമർത്തലുകൾക്കെതിരെ പ്രതിരോധത്തിന്റെ പടച്ചട്ടി അണിഞ്ഞ് പോരാടി ജയിലറ പുൽകിയ പെരിയ പോരാളി സഖാക്കൾക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. അർജുനായങ്കി, ആരാണ് അർജുനായങ്കി? മറ്റേ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുനായങ്കിയും സമാനമായി പറയുകയാണ്. എന്താണ്? യൗവനത്തിന്റെ ദാമ്പത്യത്തിന്റെ എന്തോ വസന്തം, ജയിലറയിൽ ഹോമിക്കപ്പെട്ട നിങ്ങളുടെ ത്യാഗം ആ നാട്ടിലെ ഓരോ സഖാവിനും ഒരു വസന്തകാലത്തിന് വേണ്ടിയായിരുന്നു ഞങ്ങൾക്കറിയാം. പ്രിയ സഖാക്കളെ, ധീരരെ, പോരാളികളെ, ലാൽസലാം. ജയിലറയിലും വിപ്ലവം വിരിയിച്ചവരുടെ പിന്മുറക്കാർ, കള്ളക്കേസിനും കുലുക്കാനാവാത്ത കരുത്ത് എന്ന് പറഞ്ഞിട്ട് വിജയം വിട്ട ആഘോഷമാണെന്നേ ഈ സൈബർ മേഖല. ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന കോടതി വിധിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളുണ്ട്. കൃപേഷിന്റെ തലയ്ക്ക് ഇവിടെയേറ്റ വെട്ടങ്ങ് തലയുടെ ബാക്ക് വരെ പോയി, തലച്ചോറ് ചിന്നിച്ചിതറി, മൊത്തം അടിമുടി വെട്ടാണ്. ടി പി ചന്ദ്രശേഖരനെ കൊന്ന മട്ടിൽ അടിമുടി വലിച്ചിട്ട് എന്നിട്ട് കൊല്ലുക എന്ന ഉദ്ദേശമല്ല, വികൃതമാക്കുക എന്ന രീതിയിൽ അങ്ങേയറ്റം വെട്ടി നാനാവിധമാക്കി. അസ്കർ, ആ കൊലയാളികൾക്ക് വേണ്ടി വാഴ്ത്തിപ്പാടുകയാണ് സൈബർ മേഖല. ആ വാഴ്ത്താനുള്ള ധൈര്യമുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? സി എൻ മോഹൻ അവരെ കാണാൻ വേണ്ടി പോകും. ശ്രീ അസ്കർ. ഹാഷ്മി, ഒരുപക്ഷെ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സുകളിൽ കൊലപാതകത്തിൻ്റെ ഇതിൻ്റെതായിട്ടുള്ള ഒരു ഹൃദയവസന്തം വന്നിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കൊലപാതകത്തിലെയും രാഷ്ട്രീയ കൊലപാതകങ്ങളെയും നിരാകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇടതുപക്ഷത്തിന് മൊത്തത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുമ്പോൾ പോലും കുഞ്ഞിരാമനെ പോലെ, മണികണ്ഠനെ പോലെ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ആളുകളെ കൂടി നിങ്ങൾ ഇക്കാര്യത്തിൽ കാണണം. കുഞ്ഞിരാമൻ എന്തു തെറ്റാ ചെയ്തത്? നിങ്ങൾ പറയും ജില്ലാ സെക്രട്ടറി ഒരു പ്രതിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. എന്തിനാണ് കുഞ്ഞിരാമൻ ഒരു കൊലക്കേസ് പ്രതിയെ ഈ പറഞ്ഞ ജീപ്പിൽ നിന്ന് മോചിപ്പിക്കേണ്ട കാര്യം എന്താ? അത്രേ ഉള്ളോ? അസ്കർ 10 വർഷം സാമാജികനായിരുന്ന അല്ല കെ വി കുഞ്ഞിരാമൻ 10 വർഷം കേരളത്തിന്റെ നിയമസഭയിൽ സാമാജികനായിരുന്ന ആളാണ് അല്ലേ? ഈ പറയുന്ന ഈ പ്രതിയെ പിടികൂടുന്ന CBI അല്ല, അത് പോലീസ് തന്നെ പിടികൂടിയ പ്രതിയാണ് അല്ലേ? ഈ അതിന്റെ കോൺസിക്വൻസ് മൊത്തം അറിയാവുന്ന കെ വി കുഞ്ഞിരാമൻ പോയി ജീപ്പിൽ നിറക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്? എന്ത് മറച്ചു വെക്കാനാണ്? എന്ത് ഒളിച്ചു വെക്കാനാണ്? ഭാസ്കർ, അതല്ല, 225 IPC പ്രകാരമുള്ള കുറ്റകൃത്യം മാത്രമേ ഉള്ളൂ. ഈ കൊലപാതകവുമായി ഗൂഢാലോചനയിലോ ഈ കൊലപാതകത്തിന്റെ പ്രിപ്പറേഷനിലോ എക്സിക്യൂഷനിലോ കുഞ്ഞിരാമന് യാതൊരു പങ്കുമില്ല. എന്നിട്ടും നിങ്ങളും ഈ വിമർശകരാകമാനം പറയുന്നത് എന്താ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് കുഞ്ഞിരാമൻ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന എന്തു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാചകങ്ങൾ താങ്കൾ പറയൂ. ഒരു കൊല ശിക്ഷ എന്തിനാണ് ആ പ്രതിയെ മോചിപ്പിക്കാനുള്ള കെ വി കുഞ്ഞിരാമന്റെ ചോദന എന്താണ്? ഞാൻ അതിലേക്കാ വരുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പോലീസ് കുറെ ആളുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ ഇടപെടുക എന്നുള്ളത് പൊതുപ്രവർത്തകന്റെ ദൗത്യമാണ്. അത്തരത്തിൽ ഇടപെട്ടു എന്നുള്ള തെറ്റു മാത്രമാണ് കുഞ്ഞിരാമൻ ചെയ്തിട്ടുള്ളത്. അതൊരു പക്ഷെ അക്ഷന്തവ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അപരാധം തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റവാളിയായിട്ടുള്ള ഒരാളെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് നിയമത്തിൻ്റെയും ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിധിയിൽ വരുമ്പോൾ 225 പ്രകാരം കുറ്റകൃത്യവും 10 കൊല്ലം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യവും തന്നെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞിരാമന് ആ ശിക്ഷ തെളിയിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. മണികണ്ഠൻ എന്തു തെറ്റാ ചെയ്തത്? ഏതോ പ്രതിയെ സഹായിച്ചു, ഒളിവിലിരുത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റകൃത്യം പറയുന്നത്. കൊലപാതകത്തിന്റെ ഗൂഢാലോചന ഈ പറയുന്ന നിഷ്ഠൂരമായി കൊലപാതകം ചെയ്ത പ്രതികളെ മണികണ്ഠൻ സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന നിഷ്ഠൂരമായ കൊലപാതകം ചെയ്ത പ്രതികളെ 10 വർഷം സാമാജികനായ താങ്കൾ ഈ പറഞ്ഞ കേസിന്റെ വിശദാംശങ്ങൾ മൊത്തം അറിയാവുന്ന ഒരു മുൻ MLA പോയി ജീപ്പിൽ നിറക്കുന്നത് എന്തിനാണ്? അതാണോ പൊതുപ്രവർത്തകർ ഉത്തരവാദിത്വം? ഹസ്കർ, അതല്ല കാര്യം. കെ വി കുഞ്ഞിരാമനും മണികണ്ഠനും ഒക്കെ ഒളിക്കാൻ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കൊടിസുരിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി പറഞ്ഞ PJ പറഞ്ഞത് എന്തിനാ? ഈ കൊടിസുരിയുടെ മനുഷ്യാവകാശത്തിന് വേണ്ടി PJ പറയാം എന്തിനു വേണ്ടി? അത് ഒരാൾ ഓടി വരുന്നു അല്ല, അങ്ങയുടെ മുന്നിലേക്ക് ഒരാൾ പരിചിതനും അല്ലെങ്കിൽ ഒരു സ്നേഹിതനുമായിട്ടുള്ള ഒരാൾ വരുന്നു. അയാൾ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന ബോധ്യത്തോടു കൂടെ അല്ലാതെ അങ്ങ് ഒരു പക്ഷേ അയാളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങയെ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാവുന്ന സാഹചര്യം വരും. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വിശദീകരണത്തിന്
കോടതിയുടെ മുമ്പിലും സമൂഹത്തിന്റെ മുന്നിലും നിയമത്തിന്റെ മുന്നിലും ഒരു സാധുതയില്ലാതെ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ കേസിന്റെ വിധിയിൽ മണികണ്ഠനും കുഞ്ഞിരാമനും അനുഭവിക്കുന്ന വേദനകളിലൂടെ നാം കാണേണ്ടത്, ആ ശിക്ഷയിലൂടെ നാം കാണേണ്ടത്. അവർ പറഞ്ഞ ഭാഗം അത് കേൾക്കുന്നതിന് അപ്പീൽ കോടതികളുണ്ടല്ലോ. ഞാൻ അങ്ങേക്ക് വിധി പ്രസ്താവം വെച്ചു തരാം. ആ വിധി പ്രസ്താവത്തിൽ ഈ പറയുന്ന 19 വയസ്സിൽ 23 വയസ്സുള്ള 2 യുവാക്കൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നേരിടേണ്ടി വന്ന വേദനകൾക്ക് കാരണമായ പരിക്കുകളെ പറ്റി പറയുന്നുണ്ട്. അതുകൂടി അങ്ങൊന്ന് വായിച്ചു നോക്കണം. ഈ പറയുന്ന കെ വി കുഞ്ഞിരാമന്റെയും ഈ പറയുന്ന മണികണ്ഠന്റെയും വേദനയെ പറ്റി അങ്ങ് വാചാലമോ. ഞാൻ അങ്ങേലേക്ക് എത്താം. ഒറ്റ സത്യനാരായണൻ 8 മണിക്ക് ഇറങ്ങണം. സത്യനാരായണൻ അത്രേ ഉള്ളോ? കെ വി കുഞ്ഞിരാമൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രതി ഇരിക്കുന്ന മോചിപ്പിച്ചേക്കാം എന്ന് ഇറങ്ങിപ്പോയി. മണികണ്ഠൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പ്രതി ഉണ്ടെന്ന് ഒളിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചു. അത്ര നിഷ്കളങ്ക മനസ്കരെ ഉപദ്രവിക്കാവോ, ശിക്ഷിക്കാവോ സത്യനാരായണൻ? അല്ല, അത് തന്നെയല്ലേ കെ വി കുഞ്ഞിരാമൻ ഈ സംഭവം നടന്ന ഉടനെ പീതാംബരൻ്റെ വീട്ടിലെത്തിയല്ലോ. പീതാംബരൻ്റെ ഭാര്യയും മകളെയും പറഞ്ഞ വാക്കുകൾ തിരുത്തി പറയാം. എവിടെയാണ് സേവനം ചെയ്യുന്നത്? പ്രതിയുടെ 1-ാം പ്രതിയുടെ വീട്ടിലാണ് ആദ്യം എത്തുന്നത്. അവിടെ പോയി വെളുത്തോളിയിൽ ഇവർ ഈ ക്രൂരകൃത്യം ചെയ്തിട്ട് വെളുത്തോളിക്ക് എത്തുമ്പോഴത്തേക്കും ഉദുമയിലുള്ള കുഞ്ഞിരാമൻ വെളുത്തോളിയിലൊരു വീട്ടിലുണ്ട്, കാത്തു നിൽക്കുകയാണ് ഇവർ വരുമ്പോൾ ഇവരെ രക്ഷിക്കാൻ. എന്നിട്ട് അവിടെ നിന്നും കൊണ്ടുപോയത് ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കൊണ്ടുപോയത് ഇവിടെ പൊയിനാച്ചിയുള്ള പാർട്ടി ഓഫീസിലാണ്. അവരെല്ലാം ചോദ്യം ചെയ്തുവല്ലോ, കൊണ്ട് നിർത്തിയല്ലോ, തെളിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഈ കുഞ്ഞിരാമൻ, ഈ നാട്ടിൽ നടക്കുന്ന കുഞ്ഞിരാമനെയൊക്കെ ഈ MLA ആയിരിക്കുമ്പോഴും നമുക്ക് കൃത്യമായി അറിയാം. ഈ MLA ഞാൻ ഒരിക്കൽ ഈ മോനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ജയിലിലിട്ടു. ആ കേസിനകത്ത് ഞാൻ അന്ന് പറഞ്ഞു, പിന്നെ നിങ്ങൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മൾക്കൊന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളുണ്ടൊന്ന് പരിഹരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ ചന്തിക്കത്തെ പൊടിയും തട്ടിയിട്ട് പോയ മനുഷ്യരാണ്. അപ്പോഴത്തേക്ക് കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്ത തെറ്റ് എന്ന് പറയുമ്പോഴും അസ്കറിനെ പോലത്തുള്ള ബഹുമാന്യരായ വ്യക്തികളെ ജനം കാണുന്നത് എങ്ങനെയെന്നറിയോ? ഇതിനൊക്കെ നിങ്ങൾ ഈ വാക്കും പ്രചോദനമാണ്. ഈ കള്ളത്തരം പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഈ പറയുന്നില്ലേ അത് എന്ത് തെറ്റ് ചെയ്തു എന്ന് ഈ കോടതിയിൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടാകുമ്പോഴും പറയുമ്പോഴും നിങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗപാത്രമാണ്. ഇതെന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അത് തെറ്റല്ല, നിങ്ങൾ ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് ഇവിടെ പ്രശംസിക്കാൻ ആളുണ്ട്. സൈബർ സെല്ലിനെ പോലെ തന്നെ നിങ്ങളിവിടെ ഇരുന്ന ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോഴും നിങ്ങൾ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരു തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് അതേ എന്ന് പറയാൻ നിങ്ങളെ വായിൽ നാക്കൊണ്ട് പറ്റുമോ? ഏതെങ്കിലും ഒരു തെറ്റിനെ അത് തെറ്റ് എന്ന് നിങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഈ കേരളത്തിലിപ്പോൾ നിങ്ങൾ CPM ചെയ്യുന്ന ഏത് പ്രവർത്തനയും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. പക്ഷേ നിങ്ങൾ എത്ര കണ്ട് കള്ളങ്ങളും നുണപ്രചരണം നടത്തുന്നോ അത്ര കണ്ട് ഈ ജനസമൂഹത്തിൻ്റെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടാവും. മനുഷ്യത്വമില്ലാത്തൊരു ഹൃദയക്കാരാണെന്ന് CPMകാരെന്നില്ല. അതിന് ഇവർ കൊല്ലുന്നുണ്ടെങ്കിലും മറ്റു സംരക്ഷിക്കുന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ തെളിവ് നശിപ്പിക്കുന്നുണ്ടെങ്കിലും അസ്കറിനെ പോലത്തുള്ള ആൾക്കാർ അതിന് പ്രചോദനമാണ്. അവർ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്നത്. അത് നിങ്ങൾ ഈ പാർട്ടി കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. അസ്കറിനെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്നത്, ഒരു തെറ്റിനെ തെറ്റായി കാണാനും അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പറ്റാത്ത നിങ്ങൾ ചെയ്യുന്നത് ഈ കൊലക്ക് തുല്യമാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇപ്പോൾ അസ്കർ നിരീക്ഷകനാണ്. ഇന്ന് ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല CPM തീരുമാനിക്കുന്നുണ്ട്. എന്നാലും CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല. ശ്രീ സത്യനാരായണൻ.